ഭഗവത്ഗീതയെ പഠിക്കാൻ പോകുമ്പോൾ 2-ാം അധ്യായത്തിൽ ഭഗവാൻ ഏതാണ്ട് തത്വങ്ങളെ മുഴുവൻ ഉപദേശിച്ചു. പക്ഷേ അർജുനൻ്റെ ശ്രവണത്തിൽ പൂർണ്ണമായി അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഭഗവാന് തോന്നി. ശ്രവണദോഷം അർജുനൻ്റെ നീങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. കേട്ടതുകൊണ്ട് കാര്യമുണ്ടാവില്ല. കേൾക്കേണ്ടതുപോലെ കേൾക്കേണ്ടവൻ കേൾക്കുമ്പോഴാണ് ഫലം കിട്ടുന്നത്. അന്ധക്കരണത്തിൻ്റെ വിശുദ്ധി ശ്രവണത്തിൽ ഏറ്റവും പ്രധാനമാണ്. വിശുദ്ധ അന്ധക്കരണം ഉണ്ടാകണമെങ്കിൽ ചിത്തം ശുദ്ധമായിരിക്കണം. ചിത്തശുദ്ധി വരുന്നതുവരെ അവൻ ശൂദ്രൻ തന്നെയാണ്. അർജുനൻ ക്ഷത്രിയനെങ്കിലും വേണ്ടത്ര ചിത്തശുദ്ധി ഉണ്ടായിരുന്നുവോ എന്ന് ഭഗവാന് സംശയമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ 2-ാം അധ്യായത്തിൽ ഭഗവത്ഗീത തീരേണ്ടതാണ്. ഏതു വിധേനയും 2-ാം അധ്യായത്തിൽ ഭഗവാൻ ഉപദേശിച്ച ദൂരേണ ഹ്യവരം കർമ്മബുദ്ധി യോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാഫലഹേതവ എന്ന സത്യത്തെ അർജുന മനസ്സിൽ രൂപാന്തരപ്പെട്ടത് മറ്റൊരു വിധത്തിലായതുകൊണ്ട് ആണ് അതിനു മുമ്പുള്ള ശ്ലോകമായ 47-ാം ശ്ലോകത്തിലെ 2-ാം അധ്യായം 47-ാം ശ്ലോകത്തിലെ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാചന മാകർമ്മ ഫലഹേതുർഭു മാതേ സംഗോസ്തോ കർമ്മണി എന്ന ശ്ലോകവുമായി കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കിയ അർജുനൻ ഭഗവാനോട് വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധി മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം എന്ന് ചോദിക്കേണ്ടി വന്നു. 2-ാം അധ്യായം ചിത്തശുദ്ധിയോടുകൂടി പഠിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാമിശ്രണം ഉണ്ടാവില്ല. അർജുനനുണ്ടായി. എൻ്റെ ബുദ്ധി മോഹിച്ചതുപോലെ ആയിരിക്കുന്നു. എനിക്ക് ശ്രേയസ്സുണ്ടാകാൻ പര്യാപ്തമായത് കൃത്യമായി പറഞ്ഞു തന്നാലും. അപ്പോൾ അന്ധക്കരണ വിശുദ്ധി അർജുനന് അനിവാര്യമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ അന്ധക്കരണ വിശുദ്ധിക്കുതകുന്ന കർമ്മയോഗത്തെ 3-ാം അധ്യായത്തിൽ യജ്ഞരൂപേണ സമന്വയിച്ച് അവതരിപ്പിച്ചു കൊടുത്തു. ഗീതയെ അടുക്കിൽ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഈ അധ്യായങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്ന സംശയം അവിടെ കിടക്കും. വളരെ വ്യക്തമായി അർജുന, നിൻ്റെ അന്ധക്കരണം വിശുദ്ധമാകണമെങ്കിൽ നീ കർമ്മയോഗം അനുഷ്ഠിക്കുകയെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് നിനക്ക് സംശയം വന്നിരിക്കുന്നത്. സാഖ്യവും സ്ഥിതപ്രജ്ഞഭാവവും ഉൾക്കൊള്ളുന്ന അധ്യായത്തെ പൂർണ്ണമായി വിവരിച്ചു കൊടുത്ത് അതിൻ്റെ 2 ഭാഗങ്ങളും സിദ്ധാന്തവും പ്രയോഗവും പ്യുവർ ആൻഡ് അപ്ലൈഡ് തത്വചിന്ത അതിൻ്റെ എല്ലാ നൈർമല്യത്തോടും കൂടി അവതരിപ്പിച്ചിട്ട് ഞാൻ കൂട്ടിക്കുഴച്ചതുപോലെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞയാൾ വ്യക്തതയോടെ പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ വാസന കിടന്ന് കളിക്കുന്നതുകൊണ്ട് നമ്മൾ ആര് കേട്ടാലും ഇങ്ങനെയാണ്. നമ്മൾ വേറെ ഏതെങ്കിലും വാസനയിൽ കളിക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നതെങ്കിൽ ശത്രുതയും മിത്രതയും ഒക്കെ ഉണ്ടാകുന്നത് ആ വാസനയ്ക്കകത്താണ്. അല്പം ദാരിദ്ര്യത്തിൽ ഒരാൾ നിൽക്കുമ്പോൾ, അല്പം ആവശ്യത്തിന് വന്ന് നിൽക്കുമ്പോൾ, ഇവിടെ വാ, ആ തൂമ്പ എടുത്ത് അതങ്ങോട്ടൊന്ന് മാറ്റിവെക്കും, ആ എച്ചിലൊന്ന് വാരിക്കളാന്ന് പറഞ്ഞാൽ
വിഷമമൊന്നും ഉണ്ടാവില്ല. അവൻ്റെ മകനൊന്ന് വെളിയിലുമൊക്കെ പോയി കുറച്ച് കാശുമൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ അതേ സ്വാതന്ത്ര്യത്തിൽ കയറി എവിടെ വാ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ പെശകാവും. പഴയ അർത്ഥമല്ല വാക്കിന്. അവസ്ഥ അർത്ഥത്തെ മാറ്റും. അവസ്ഥയ്ക്കനുസരിച്ച് വാസന മാറും. കൂട്ടുകാരോട് ഇടപെടുമ്പോഴും ഇത് പ്രശ്നമാണ്. പ്രായം, അവസ്ഥ, ഇരിക്കുന്ന സ്ഥാനമാനങ്ങൾ, ഇവയൊക്കെ വാസന വരുമ്പോൾ അന്ധക്കരണ വാസനയാൽ പറ്റിപ്പിടിച്ചിട്ട് വിശുദ്ധി മാറിപ്പോകും. പരിചയമുണ്ടായിക്കഴിഞ്ഞാൽ വാസന വരികാൻ തുടങ്ങും. പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരാളെ ചീത്ത വിളിക്കാം, സ്നേഹിക്കാം, നല്ലത് പറഞ്ഞു കൊടുക്കാം, ചീത്ത പറഞ്ഞു കൊടുക്കാം. പരിചയപ്പെട്ടാൽ പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആചാര്യന്മാരോടും മറ്റുള്ളവരോടും ഒക്കെ കൂടുതൽ പരിചയമുള്ളവരിൽ വാസന കട്ടിപിടിക്കും. പിന്നെ അവർ രക്ഷപ്പെടില്ല. ഇങ്ങനെയാണ് ഈ ശാസ്ത്രത്തിൻ്റെ രഹസ്യം. നിങ്ങൾ വിചാരിക്കുന്നത് കൂടുതൽ പരിചയം ഉണ്ടാകും തോറും ഞങ്ങൾ രക്ഷപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ല. പിന്നെ ആചാര്യന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കാൻ തുടങ്ങും. ഈ വാസനയ്ക്ക് അനുഗുണമായൊരു വാസനയുടെ കൂട്ടുകെട്ടുണ്ടാക്കും. മതങ്ങൾ ഇവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റാണ് രണ്ടുപേരും തമ്മിൽ സംഭാഷണമല്ല. മറ്റേ ആളിന് ഉള്ള ദോഷങ്ങളെ മറച്ചു വെച്ച് ആ ദോഷങ്ങളെ നല്ലതായി വ്യാഖ്യാനിച്ച് പറയാനുള്ളതാണ് ശാസ്ത്രം. പ്രിയമുള്ള ആളുകളുടെ ദോഷങ്ങളെ മറച്ചു വെച്ച് അവർ നല്ലവരാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ശാസ്ത്രം. അല്ലാതെ അവരെ നന്മയിലേക്ക് നയിക്കാനുള്ളതല്ല ശാസ്ത്രം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടുകെട്ടുണ്ട്. സ്വാമിക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഒരു കുപ്പിയൊന്ന് പിടിപ്പിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ സ്വാമി പിടിപ്പിക്കുന്നത് കുപ്പിയൊന്നും അല്ല എന്ന് പറയാൻ ഭക്തൻ ബാധ്യസ്ഥനാവും. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി വരും. അവിടെ പിന്നെ ശാസ്ത്രമൊന്നും ഉണ്ടാവില്ല. ഇത് അന്ധക്കരണ വിശുദ്ധിയുള്ളവരിൽ മാത്രമേ ശാസ്ത്രം നിലനിൽക്കൂ. അന്ധക്കരണ വിശുദ്ധി സത്യലോകത്തിൽ പൂർണ്ണമാണ്. സത്യലോകത്ത് ഇന്നും ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. കൃതം, ത്രേതായുഗത്തിലെ സത്യലോകത്തോട് ബന്ധമുള്ള ആളുകൾ കൂടുതലുണ്ട്. സത്യലോകത്തിലെ അത്രയില്ല. അവർക്ക് ശാസ്ത്രം മനസ്സിലാവും. ദ്വാപരത്തിൽ സത്യലോകത്തിൻ്റെ അനുഭൂതികളുമായുള്ള ഒരു ലോകമുണ്ട്, ഒരു പൗരാണിക ലോകമുണ്ട്. അവർക്ക് മനസ്സിലാവും. അന്ധക്കരണം വിശുദ്ധമാകാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല. കലികാലമാവുമ്പോൾ സത്യലോകത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. കുറച്ച് പേരുണ്ടാവും, വളരെ കുറച്ച്. അവർക്കതിൻ്റെ ആ ക്രിസ്പായിട്ടുള്ള കാര്യം കൃത്യമായി മനസ്സിലാവും. അല്ലാതെ എല്ലാവർക്കും മനസ്സിലാവും എന്ന് കരുതണ്ട. അർജുനന് പോലും ദ്വാപരത്തിൽ കൃഷ്ണ സാന്നിധ്യത്തിൽ പെട്ടെന്ന് മനസ്സിലായില്ല. മനസ്സിലാകാത്തത് അർജുനൻ്റെ പോരായ്മ കൊണ്ടല്ല, അന്ധക്കരണം ആ കേൾക്കുന്ന നിമിഷത്തിൽ വിശുദ്ധമായിരുന്നില്ല. ഒന്ന് ശ്രവണം ചെയ്യുമ്പോൾ അന്ധക്കരണം വിശുദ്ധമാണെങ്കിലാണ് അതങ്ങ് പതിയുന്നത്. അപ്പോൾ അതുവരെയുള്ള അന്ധക്കരണത്തിൻ്റെ മാലിന്യങ്ങൾ അതോടെ പോയി കിട്ടുകയും ചെയ്യും. ശ്രവണ സമയത്തെ വിശുദ്ധി ഇത് യുദ്ധക്കളം കൂടിയാണ്. അതുകൊണ്ട് അന്ധക്കരണം വിശുദ്ധമാകാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുടെയും നടുക്ക് നിന്നുകൊണ്ടാണ് അന്ധക്കരണം ഏറ്റവും വിശുദ്ധമാകേണ്ടുന്ന വൈദിക ധർമ്മത്തെ ഭഗവാൻ ഉപദേശിക്കുന്നത്. പൂർണ്ണ വൈദികയെയാണ് ഉപദേശിക്കുന്നത് 2-ാം അധ്യായത്തിൽ. ശ്രുതിയെ അതേപടിയാണ് അവതരിപ്പിക്കുന്നത്. ശ്രുതിയുടെ തത്വനിദർശനങ്ങളെ ഒരല്പം പോലും മാറ്റം വരുത്താതെയാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. പക്ഷെ അർജുനൻ തൻ്റെ മനസ്സ് കൂട്ടിക്കുഴച്ചതുപോലായിരിക്കുന്നു എന്ന് കേട്ടുകഴിഞ്ഞ് പറയുകയാണ്. അതുകൊണ്ട് ഭഗവാൻ യജ്ഞരൂപമായ കർമ്മയോഗം
വളരെ കൃത്യതയോടെ ഉപദേശിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞു. അർജുനൻ്റെ അന്ധക്കരണം കുറേയൊക്കെ വിശുദ്ധമായി, അതും തർക്കമില്ല. കർമ്മയോഗം ശ്രവണം ചെയ്ത് ഇനി അനുഷ്ഠിക്കുകയും വേണം. കർമ്മയോഗം ശ്രവണം ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലായാലും കർത്തൃത്വ അഭിമാനം പോവില്ല. കർമ്മത്തിൻ്റെ ബാക്കി തിരുശേഷിപ്പെന്ന് പറയുന്നത് കർത്തൃത്വ അഭിമാനമാണ്. അതുകൊണ്ടാണ് ഈ പഠിച്ചു കഴിഞ്ഞ ആളുകളൊക്കെ, വളരെ പഠിച്ച് ശാസ്ത്രമൊക്കെ ഉറച്ചവർ പോലും അവരോടിരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പതുക്കെ തോണ്ടിക്കൊടുത്ത് പതുക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്ന് അവരുടെ പണ്ടുണ്ടായതും പാളയെ സംഭവിച്ചതും വളർന്നതും അവരുടെ അഭിമാനമൊക്കെ ഉള്ളതും ഇല്ലാത്തതും കൂടെ കയറി വരും. അറിയാൻ വയ്യാത്തവരോട് പറയുമ്പോൾ അഭിമാനപൂർവ്വം ഒരുപാട് കഥകൾ വരും. ഇതൊക്കെ പഠിച്ചവരിലാണ് കർത്തൃത്വ അഭിമാനം ഘനീഭവിച്ച് നിൽക്കുന്നത്. അതിൽ നിന്നാണ് ജനം ചരിത്രം ചകഞ്ഞെടുക്കുന്നത്. ജീവന് അതിൻ്റെ ചരിത്രം ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാണ്. അത് വാസനാമയവുമാണ്. അതുകൊണ്ട് നല്ലപോലെ അറിഞ്ഞവർ അതിൽ കിടന്ന് കളിക്കില്ല. അതിന് പ്രസക്തിയൊന്നുമില്ല. ജനിക്കുന്നു, വാസനയിലൂടെ ജീവിക്കുന്നു, വാസനയുള്ളവരുമായി ഇടപെടുന്നു. അതിൻ്റെ ചരിത്രത്തിന് ഒരു പ്രസക്തിയില്ല, അതിന് ആവർത്തനമില്ല. മറ്റൊരാൾ വാസനയുടെ ഒരു തലത്തിൽ കാണിച്ചത് കാണാതെ പഠിച്ചിട്ട് അതേ വാസനയില്ലാത്ത വേറൊരുത്തൻ അത് തന്നെ ചെയ്താൽ ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അനുകരിച്ച് വിജയം നേടാൻ പറ്റില്ല.